ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഉമ്മിയന്മിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഉമ്മുക്കുൽസു ചിക്കനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോൾ ഉമ്മയുടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് പുരട്ടാനുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 8 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടത് 1.5 സ്പൂൺ ചിക്കൻ മസാല. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് 1 സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ അകത്തൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കാലൊന്ന് കെട്ടി കൊടുക്കുകയാണ്. അത് നമ്മൾ വേവിക്കുമ്പോൾ വിടർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാല് കെട്ടി കൊടുക്കുന്നത്. നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിലാണ് ഞങ്ങളിത് വച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞങ്ങളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ചധികം സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കന് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ചിക്കനെ ഇരുത്തി ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും മുരിയുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫുൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൽ 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. വേപ്പില ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം.
നമ്മളിവിടെ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ 2 മുട്ട ഞങ്ങൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ഉമ്മുകുൽസു ആക്കി എടുക്കണം. ആദ്യം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. മുട്ടയും ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ഉമ്മുകുൽസു ആക്കി എടുക്കാം. ഞാനൊരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കണ്ണും മൂക്കും വെച്ചു കൊടുക്കാം. വായും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഈർക്കിലി എടുത്തിട്ട് മുട്ടയിലേക്ക് കുത്തി കൊടുക്കാം. ആ ഈർക്കിലിയപ്പാടി തന്നെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം മുട്ട. പിന്നെ ചിക്കൻ ഒരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കിയത് വെളുത്തുള്ളി വെച്ചിട്ടാണ്. പിന്നെ ഒരു തട്ടം ഇട്ട് കൊടുക്കാം. തട്ടമായിട്ട് ഞങ്ങൾ ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നത്. തട്ടമൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈർക്കിലി കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉമ്മുകുൽസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബക്കറ്റ് ചിക്കനൊക്കെ ഒരു ട്രെൻഡിങ് ആയ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ബക്കറ്റ് ചിക്കൻ. അപ്പോൾ ഞങ്ങൾ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വാപ്പയുടെ വീട്ടിൽ പോയിട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കാം.